റെഡ് ബോളും വെള്ളക്കുപ്പായവും രോഹിതിന് പിന്നാലെ കോഹ്ലിയും ഉപേക്ഷിക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് അത് തലമുറ മാറ്റം കൂടിയാണ്. നിറഞ്ഞ മനസ്സോടെയാണ് മടങ്ങുന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ ആയിരിക്കും ഞാൻ ടെസ്റ്റ് കരിയറിനെ തിരിഞ്ഞു നോക്കുക. ആരായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് വിരാട് കോഹ്ലി? എന്തായിരുന്നു കോഹ്ലിയുടെ പ്രത്യേകത? റെക്കോർഡ് പുസ്തകത്തിൽ സച്ചിന് എത്തിപ്പിടിക്കാനാകാത്ത ഇടങ്ങളിലേക്കും കോഹ്ലി കടന്നു കയറി. ധോണിയെ പോലെ ക്യാപ്റ്റൻ കൂളായിരുന്നില്ല. ക്ഷോഭിച്ചും എതിരാളികൾക്ക് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ മറുപടി കൊടുത്തുമൊക്കെയാണ് കോഹ്ലി മുന്നോട്ട് പോയത്. സൈനിങ് ഓഫ് #269 എന്ന് കോഹ്ലി കുറിച്ചിരുന്നു. അത് എന്ത് നമ്പരാണെന്ന് ചിലർക്ക് സംശയം ഉയർന്നു. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അൻഷാദ് അമില്യാസ്. ഹിറ്റ്മാൻ രോഹിത് ശർമ്മ, പിന്നാലെ റൺ മെഷീൻ വിരാട് കോഹ്ലി. മാറ്റത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഇവരുടെ അഭാവം മറികടക്കുക എന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാകും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഞാൻ ആദ്യമായി ബാഗി ബ്ലൂ ധരിച്ചിട്ട് 14 വർഷമായി. സത്യം പറഞ്ഞാൽ ഈ ഫോർമാറ്റ് എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമെന്ന് ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ഈ ഫോർമാറ്റ് എന്നെ പരീക്ഷിച്ചു, എന്നെ രൂപപ്പെടുത്തി, ജീവിതത്തിൽ പലതും പഠിപ്പിച്ചു. ഈ ഫോർമാറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ ശരിയായ സമയമാണ്. എൻ്റെ കഴിവിൻ്റെ എല്ലാം ടെസ്റ്റ് ഫോർമാറ്റിനായി ഞാൻ സമർപ്പിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും തിരികെ കിട്ടി. നിറഞ്ഞ മനസ്സോടെയാണ് മടങ്ങുന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ ആയിരിക്കും ഞാൻ ടെസ്റ്റ് കരിയറിനെ തിരിഞ്ഞു നോക്കുക. ഇൻസ്റ്റയിൽ വിരാട് കോഹ്ലി കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്, പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ്. 1.5 പതിറ്റാണ്ടോളം നീണ്ട ടെസ്റ്റ് കരിയറിനാണ് കോഹ്ലി വിരാമമിട്ടത്. റെഡ് ബോളും വെള്ളക്കുപ്പായവും രോഹിതിന് പിന്നാലെ കോഹ്ലിയും ഉപേക്ഷിക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് അത് തലമുറ മാറ്റം കൂടിയാണ്. ഒട്ടേറെ ദിവസമായി കോഹ്ലിയുടെ വിരമിക്കൽ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ ആ അഭ്യൂഹം ശക്തമായി. ഒടുവിൽ കോഹ്ലിയുടെയും വിരമിക്കൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ കോഹ്ലിയുടെ ആരാധകർ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. 1000 ദൃശ്യങ്ങളുണ്ട്. കോഹ്ലി അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച ശേഷം ആരാധകരെ നോക്കി കൈവീശുന്ന, ആരാധകർക്ക് നേരെ ബാറ്റ് ഉയർത്തി കാണിക്കുന്ന ദൃശ്യങ്ങൾ. ആരായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് വിരാട് കോഹ്ലി? ഇന്ത്യയുടെ റൺ മെഷീൻ. അതാണ് ഒറ്റ ഉത്തരം. എന്തായിരുന്നു കോഹ്ലിയുടെ പ്രത്യേകത? ഊർജോത്സുകത, സാങ്കേതിക തികവ്, നിശ്ചയദാർഢ്യം. ഇങ്ങനെ 3 ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. കോഹ്ലിയുടെ കരിയർ വിശദമായി പരിശോധിക്കാം. മിക്ക ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ ഓരോ നേട്ടവും കാണാപ്പാടവും കോരിത്തരിപ്പിക്കുന്നതുമാണ്. എങ്കിലും ഈ അവസരത്തിൽ കോഹ്ലിയുടെ ടെസ്റ്റ് കരിയർ ഒന്നുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് കോഹ്ലിയുടെ ടെസ്റ്റ് അരങ്ങേറ്റം. തൊട്ടടുത്ത വർഷം തന്നെ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായി കോഹ്ലി മാറി. 2015-ലും 2016-ലും തുടർച്ചയായി റൺ വേട്ടയിൽ ഒന്നാമനുമായി. ഇതോടെ കോഹ്ലി ആരാധകർക്ക് റൺ മെഷീനായി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ വിരമിച്ചതോടെ ആ ബാറ്റിംഗ് പൊസിഷനിലേക്ക് കോഹ്ലി എത്തി. ആ വിശ്വാസം എന്നും കാത്തു സൂക്ഷിക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടായി ടോപ്പ് ഓർഡറിൽ ടീം ഇന്ത്യയുടെ നെടുംതൂണാണ് വിരാട് കോഹ്ലി. സച്ചിന്റെ റെക്കോർഡുകൾ ഓരോന്നും കോഹ്ലി തിരുത്തി കുറിച്ചു. റെക്കോർഡ് പുസ്തകത്തിൽ സച്ചിന് എത്തിപ്പിടിക്കാനാകാത്ത ഇടങ്ങളിലേക്കും കോഹ്ലി കടന്നു കയറി. ഇതിനിടെ ധോണിയിൽ നിന്ന് ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത കോഹ്ലി ബാറ്റിംഗ് മികവ് തുടർന്നു. ധോണിയെപ്പോലെ ക്യാപ്റ്റൻ കൂളായിരുന്നില്ല. ക്ഷോഭിച്ചും എതിരാളികൾക്ക് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ മറുപടി കൊടുത്തുമൊക്കെയാണ് കോഹ്ലി മുന്നോട്ട് പോയത്. ക്യാപ്റ്റൻസി കോഹ്ലിക്ക് പക്ഷേ തലവേദനയായില്ല. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ റൺസ്, അതായത് 5864 റൺസ്, ഏറ്റവും കൂടുതൽ സെഞ്ചുറി, അതായത് 20 സെഞ്ചുറി, ഏറ്റവും ഉയർന്ന സ്കോർ 254 നോട്ട് ഔട്ട്. ഈ നേട്ടങ്ങളിലേക്കെല്ലാം കോഹ്ലി എത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടിയതും കോഹ്ലിയാണ്. 7 ഇരട്ട സെഞ്ചുറികൾ. 6 ഇരട്ട സെഞ്ചുറികൾ നേടിയ സച്ചിനെയും സേവാഗിനെയും മറികടന്ന നേട്ടം. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത നേടിയ 7 ഇരട്ട സെഞ്ചുറികളിൽ 6 അടിച്ചെടുത്തത് കോഹ്ലി ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. തുടർച്ചയായി 4 പരമ്പരകളിൽ ഇരട്ട സെഞ്ചുറി നേടിയും കോഹ്ലി റൺ മെഷീൻ എന്ന പേര് അന്വർത്ഥമാക്കി. ആഹാര നിയന്ത്രണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും പരിപോഷിപ്പിക്കുകയും നിലനിർത്തി പോരുകയും ചെയ്യുന്ന ശാരീരിക ക്ഷമതയാണ് നീണ്ട ഇത്തരം ഇന്നിങ്സുകൾ കളിക്കാൻ കോഹ്ലിയെ സഹായിച്ചത്.
ഫിറ്റ്നസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തന്റെ കരിയറിൽ ഏറ്റവും വലിയ നേട്ടമായെന്ന് കോഹ്ലി തന്നെ പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സ്വന്തമായി ഇങ്ങനെ റൺ നേടുന്നത് മാത്രമല്ല, മറുഭാഗത്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിലും കോഹ്ലി അത്ഭുതകരമായ മികവ് പുലർത്തി. ക്യാപ്റ്റനായത് 68 ടെസ്റ്റുകളിലാണ്. 40 എണ്ണത്തിലും ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞു. 58.82 ക്യാപ്റ്റൻ എന്ന നിലയിൽ കോഹ്ലിയുടെ വിജയ ശതമാനം. കോഹ്ലിയുടെ നായക മികവിൽ വിദേശ മണ്ണിലും ഇന്ത്യ ചരിത്ര നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കി. 2018-2019 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായി ഇന്ത്യ പരമ്പര വിജയം നേടി. ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും പരമ്പര നേട്ടത്തിന് സാധിച്ചില്ല എങ്കിലും അവിടെയും ചരിത്ര വിജയങ്ങൾ സ്വന്തമാക്കി. തുടർച്ചയായി 9 ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യയെ കോഹ്ലി ജയത്തിലേക്ക് മാത്രം നയിച്ചു. ലോക ക്രിക്കറ്റിൽ ഗ്രെയിം സ്മിത്തും റിക്കി പോണ്ടിങ്ങും സ്റ്റീവോയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങൾ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്കാണ്. ഓസ്ട്രേലിയയിൽ മാത്രം 7 സെഞ്ചുറികൾ സ്വന്തം പേരിലാക്കി. സച്ചിനും അവകാശപ്പെടാനില്ലാത്ത അതുല്യമായ നേട്ടം. കരിയറിന്റെ പീക്കിൽ, അതായത് 2018 937 ആയിരുന്നു കോഹ്ലിയുടെ റേറ്റിംഗ് പോയിന്റ്. 123 ടെസ്റ്റുകളിൽ നിന്ന് 30 സെഞ്ചുറികൾ ഉൾപ്പെടെ 9230 റൺസാണ് കോഹ്ലിയുടെ ആകെ സമ്പാദ്യം. അതും 46.85 ശരാശരിയിൽ. 36-കാരനായ കോഹ്ലി പുതുതലമുറ ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച താരമായാണ് കണക്കാക്കപ്പെടുന്നത്. ജോ റൂട്ട്, സ്റ്റീവ് സ്മിത്ത്, കെയ്ൻ വില്യംസൺ എന്നിവർക്കൊപ്പം ഫാബ് ഫോറിൽ ഉൾപ്പെട്ട താരവുമാണ് കോഹ്ലി. അങ്ങനെ വിശേഷണങ്ങളും നേട്ടങ്ങളും ഏറെയുള്ള കരിയറിൽ നിന്നാണ് സന്തോഷത്തോടെ വിരാട് കോഹ്ലി ഇറങ്ങിപ്പോകുന്നത്. അതും റെഡ് ബോൾ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിൽ ഒരാളായാണ് മടക്കം. ഇൻസ്റ്റയിലെ തന്റെ കുറിപ്പിൽ സൈനിങ് ഓഫ് #269 എന്ന് കോഹ്ലി കുറിച്ചിരുന്നു. അത് എന്ത് നമ്പരാണെന്ന് ചിലർക്ക് സംശയമുയർന്നു. പലരും പരതി. ഒടുവിൽ കിട്ടി. ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയുടെ ക്രമ നമ്പറായിരുന്നു അത്. ഇനി 269 ക്രമ നമ്പറിൽ ടെസ്റ്റ് കളിക്കാൻ വിരാട് കോഹ്ലി എന്ന ഇതിഹാസമില്ല. അങ്ങനെ 2020 പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും രോഖോ എന്ന രോഹിത് കോഹ്ലി സൂപ്പർ കോമ്പിനേഷൻ അപ്രത്യക്ഷമാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ 2 യുഗങ്ങളുടെ അന്ത്യം. പുതിയ ഇതിഹാസങ്ങൾക്കായി കാത്തിരിക്കാം.